എനിക്കൊരു സുഹൃത്തുണ്ട്. വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിന് ദേഷ്യം വരുന്നത്. വളരെ സ്നേഹത്തോടെയൊക്കെ ഇരിക്കുന്ന ആളായിരിക്കാം. പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറുകയും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചിലപ്പോൾ ആ ദേഷ്യം അങ്ങ് കുറേ നേരത്തോളം നീണ്ടു നിൽക്കുകയും ചിലപ്പോൾ ഇമ്പൾസീവായിട്ട് വയലൻ്റ് ആവുകയും ചെയ്യും. എന്നാൽ ഇത്രയും നല്ലൊരു മനുഷ്യനില്ല. ഭയങ്കര സ്നേഹമാണ്. പക്ഷേ ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള സ്വഭാവം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു സ്വഭാവമുണ്ടോ? ഇങ്ങനെയുള്ള ദേഷ്യം പലപ്പോഴും ആളുകൾക്ക് വരുന്നത് ചെറുതിലേ തൊട്ട് ശീലിച്ചു വെച്ചിരിക്കുന്ന ഒരു പെരുമാറ്റ ശൈലിയാണ്. പലപ്പോഴും കുട്ടികൾക്ക് വീടുകളിൽ ദേഷ്യം ചിലപ്പോൾ അനുവദിച്ചിട്ടുള്ളൊരു വികാരമാണ്. അവർക്ക് സങ്കടം വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വികാരം വന്നു കഴിഞ്ഞാലും ദേഷ്യപ്രകടനം നടത്തുന്നതിലൂടെ അവർക്ക് വീടുകളിൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടുമായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ ശീലിച്ചു വെച്ചിരിക്കുന്ന ഈ ശീലം കുട്ടി വളർന്നു വലുതായി കഴിഞ്ഞാൽ പിൽക്കാലത്തും ഇതേ ശൈലി തന്നെ ആവർത്തിക്കുന്നു. വീടുകളിൽ അത് ശരിയായിരുന്നു, കുട്ടിയുടെ കാര്യം സാധിക്കുമായിരിക്കും. പക്ഷേ ഫാമിലിയിൽ നിന്ന് മാറി പുറത്തേക്ക് സൊസൈറ്റിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇതിങ്ങനെ സാധിക്കണമെന്നില്ല. അത് ഒരുപക്ഷെ പലപ്പോഴും ആളുകൾക്കിടയിൽ ബുദ്ധിമുട്ടുകളുണ്ടാക്കും. ഈ വ്യക്തിക്ക് തന്നെ ധാരാളം പ്രശ്നങ്ങളുണ്ടാക്കും. ഇൻ്റർപേഴ്സണലായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇതുമൂലം ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു വികാരപ്രകടനം റിപ്പീറ്റഡായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിലും മനസ്സിലും ധാരാളമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായിട്ട് നമുക്ക് കാണാം. അത് പിൽക്കാലത്ത് അയാളുടെ ശരീരത്തെ ബാധിക്കുകയും ശാരീരികമായിട്ടുള്ള രോഗങ്ങളായിട്ട് പരിണമിക്കുകയും ചെയ്യുന്നതായിട്ടും പല ഗവേഷണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ശരിയായിട്ടുള്ള വികാരം തന്നെയാണോ ദേഷ്യം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ദേഷ്യം കുറച്ചു കൊണ്ടുവരികയും അതിനു പകരം ദേഷ്യവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അടിയിൽ കിടക്കുന്ന വികാരം എന്താണെന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്യുന്നതിലൂടെ ഈ ദേഷ്യത്തിൽ നിന്ന്, അനിയന്ത്രിതമായിട്ട് വരുന്ന ദേഷ്യത്തിൽ നിന്ന് നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്നതാണ്.